നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കറിവേപ്പില ചമ്മന്തിയാണ്. ഇതിന് ചില നാടുകളിൽ പിലക്കട്ടി എന്നും പറയാറുണ്ട്. അതിനായിട്ട് ആദ്യമേ തന്നെ ചട്ടി ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 50 ഗ്രാം കടലപ്പരിപ്പ് തട്ടിക്കൊടുക്കണം. എന്നിട്ട് അതിനെ നല്ലപോലെ വറുക്കണം. ഒന്ന് ചെറുതായിട്ട് കടലപ്പരിപ്പ് വഴണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ 50 ഗ്രാം ഉഴുന്ന് പരിപ്പ് തട്ടിക്കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. 4 കപ്പ് തേങ്ങയാണ് നമ്മളിപ്പോൾ ഈ പരിപ്പിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി അതും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറിവേപ്പില എത്ര വേണോ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2.5 കപ്പ് കറിവേപ്പിലയാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ 2.5 കപ്പ് കറിവേപ്പില ഇട്ട് കൊടുത്തു. അത്രയും കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ. ഇനി ഇത് നല്ലപോലെ മൂപ്പിക്കണം. അതോടൊപ്പം തന്നെ ഒരു 10 ചെറിയുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇതിനെ നല്ലപോലെ മൂപ്പിക്കാനായിട്ട്. നമ്മുടെ കറിവേപ്പിലയൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിയുന്ന രീതിക്കായിട്ടുണ്ട്. തേങ്ങയെല്ലാം നല്ലപോലെ ചുമന്നിട്ടുണ്ട്. ഇത്രയും ആകുമ്പോഴേക്കും നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കൂടെ കാശ്മീരി മുളക് പൊടി. ഇനി പച്ചമണം മാറ്റണം. നെല്ലിക്ക വലിപ്പത്തിന് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും മതിയാകും. നമുക്കിനി ഇതിനെ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്തിട്ട് വരണം. ഇതിപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ഇതുപോലെ പൊടിയായിട്ടാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് കറിവേപ്പില കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ കളർ ഇപ്പോൾ പച്ച കളറിലിരുന്നേനെ. നമുക്കിപ്പോൾ അത്രയും കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ദോശയ്ക്കുള്ള ചമ്മന്തി പൊടിയുടെ ആ കളറിലിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. രണ്ടും കൊള്ളാം. നല്ല ടേസ്റ്റാണ് രണ്ടും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറിവേപ്പില ചമ്മന്തി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.